വെൽക്കം ടു അവർ ചാനൽ ചാന്ദിൽസ് ക്രാഫ്റ്റഡ് സ്റ്റോൺ വിത്ത് കെയർ. നമുക്ക് ഈ ഒരു നെക്ലസ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, നമുക്കിതേപോലത്തെ ഒരു ഗോൾഡ് ചെയിൻ വേണം. ഇത് നമുക്ക് കടകളിൽ മീറ്റർ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും. കുറഞ്ഞ വിലയ്ക്കുള്ളതുണ്ട്, കൂടിയ വിലയ്ക്കുള്ളതുണ്ട്. നമ്മൾ കൂടിയ വിലയ്ക്കുള്ള വാങ്ങിച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളത് കിട്ടും. കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ നമുക്കത് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അതനുസരിച്ച്, പിന്നെ ഇതൊക്കെ നമ്മളത് അനുസരിച്ച് ശ്രദ്ധിക്കും പോലെ ഇരിക്കും. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് ഒരു കവറിനകത്തിട്ട് വെച്ചിട്ട് കുറഞ്ഞ ചെയിൻ ആയിരിക്കും, നമുക്കൊരു 6-7 മാസം അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട വേറൊരു സംഭവം ഈ ചെറിയ ക്രിസ്റ്റലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കളർ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ക്രിസ്റ്റൽ കിട്ടുവാണ്, അതെടുക്കാം. ഞാൻ പിന്നെ ഇതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ക്രിസ്റ്റലാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്യൂസ് സ്റ്റാർ. ഇത് നമ്മൾ ഈ ചെയിനിലോട്ട് ഈ ക്രിസ്റ്റൽ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് കടയിൽ വാങ്ങാനൊക്കെ കിട്ടും. ഇത് ഫാൻസി കടകളിലൊക്കെ ചിലപ്പം കിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലവറിൻ്റെ ഈ നടുക്കുള്ള സംഭവം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ 2-3 വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കൊളുത്തോ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ കൊളുത്തില്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ബാക്ക് ചെയിൻ യൂസ് ചെയ്യാം. നമ്മൾ പല ബാക്ക് ചെയിൻ ആകുമ്പോൾ നമുക്ക് ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഇറക്കം അനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഞാൻ 2 ടൂളും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ടൂളെന്ന് പറയുമ്പോൾ എനിക്ക് ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ആ ഫ്യൂസ് സ്റ്റാർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റും. നമുക്ക് ഒരു നെക്ലസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ചെയിൻ എടുത്തു. ഈ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, ഇതിപ്പോൾ ഗ്യാരണ്ടി ഉള്ള ചെയിനാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. ഇപ്പോൾ ഇത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പം ഈ ചെയിൻ എടുത്തിട്ട് നമ്മളുടെ നെക്കിൻ്റെ അളവനുസരിച്ച്, ആർക്കാണോ നമ്മൾ ചെയ്യുന്നത് അവർക്ക് എത്ര ഇറക്കം വേണം അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ നെക്കിൻ്റെ ഒരു അളവെടുത്ത് ഇങ്ങനെ വയ്ക്കുക. നെക്കിൻ്റെ അളവ് വെച്ചതിന് ശേഷം ചെറുത് മതിയെങ്കിൽ ഇത്രയും മതി, ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നെക്കിൻ്റെ അളവെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം ഇതനുസരിച്ച്. പിന്നെ ബാക്കി ചെയിൻ വെച്ച് നമുക്ക് വേറെ കളറും നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന വേറെ ഏത് കളർ വേണോ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ബ്ലാക്ക് ക്രിസ്റ്റലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊരു ഡ്രസ്സിനും അത് ഇടാൻ പറ്റും. അപ്പോൾ ഈ ചെയിൻ ഞാൻ ലെന്ത് അനുസരിച്ച് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ ഇതിനെ ഒരു സർഫേസിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം, കാരണം ഇത് തിരിഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിനി ഇതിൽ ഈ ക്രിസ്റ്റൽ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്യൂസ് സ്റ്റാറിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ ആക്ച്വലി 2 സൈഡുണ്ട് ഇങ്ങനെ മുട്ട് പോലെ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് നമുക്ക് 2 മുത്തിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്യൂസ് സ്റ്റാറിനകത്തോട്ട് അങ്ങ് കോർത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ ഇത് ഇനി താഴോട്ട് പോകത്തില്ല. ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരു മുട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിന്നോളും. നമ്മൾ എന്നിട്ട് ഈ ചെയിൻ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കണം, കാരണം ഇത് തിരിഞ്ഞു മറിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ അങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്നിട്ട് ഈ മുത്ത് നമ്മൾ കോർത്തെടുത്തല്ലോ ഈ ഫ്യൂസ് സ്റ്റാറിൽ, ഇതിനെ നമ്മൾ ഇപ്പോൾ ഈ പോർഷൻ തൊട്ടേ വേണ്ട, നമ്മൾ ഈ കുറച്ച് താഴെ, അതായത് ഇത്രയും പോർഷൻ ഈക്വൽ ഡിസ്റ്റൻസ് നമ്മൾ 2 സൈഡിൽ വിട്ടിട്ട് ഇവിടം തൊട്ട് ഇത്രയും പോർഷൻ നമ്മളൊരു ഡിസൈൻ കൊടുക്കുവാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ ചെയിനിൽ ഇവിടെ സ്ഥലമുണ്ട്, നമുക്കിതിനകത്തോട്ട് നമുക്ക് കടത്തി വിടുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് അത്ര ടൈറ്റായിട്ട് പിടിക്കേണ്ട, ജസ്റ്റ് ഒരു 3 പ്രാവശ്യം നമ്മളിതിനെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇതിനി ഇങ്ങനെ തന്നെ നിന്നോളും. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ ഒന്ന് ഇവിടം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മളെ ദേഹത്തോ ഡ്രസ്സിലോ കൊള്ളാൻ പാടില്ല. സോ നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്തിനെ ഒന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പം ഞാനിവിടെ ഒരു 4 ചുറ്റിച്ച് കൊടുത്തു. അപ്പം ഇപ്പം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്.
അപ്പോൾ ഇനി ഒരു 5 നമുക്ക് ഒരുമിച്ച് അങ്ങ് കൊടുക്കാം. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞ് വീണ്ടും 5 കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടും ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്ത് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പം ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ നമുക്കിതിനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇതേപോലെ ഇത് ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിപ്പോൾ 4 എണ്ണമായി, 5-ാമത്തേൽ ഞാൻ ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഈ ടൂളുണ്ടല്ലോ നമ്മളുടെ കയ്യിൽ, കാരണം ഇത് നമുക്കിനി കൈ പറ്റത്തില്ലെങ്കിൽ ഈ ടൂളിൻ്റെ അറ്റത്ത് ഇതിലിങ്ങനെ അറ്റത്ത് പിടിക്കുക. ഇങ്ങനെ അറ്റത്ത് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്കിങ്ങനെ 3 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് അങ്ങനെ ആവുമ്പോൾ അത് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ്. ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള കട്ടർ വെച്ചിട്ട് ഈ എക്സ്ട്രാ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ഒന്ന് ഈ ഭാഗം നമ്മൾ ഇതൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് അകത്തോട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 അങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് അങ്ങ് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഞാനിനി അങ്ങ് കൊടുത്തങ്ങ് പോകാമെന്ന് വെച്ചു. അതായത് 5 പിന്നെ വീണ്ടും 5 സ്പേസ്, അങ്ങനെ ഞാനിങ്ങനെ കൊടുത്ത് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇതേപോലെ, അതായത് ഈ ഒരു ലെവൽ വരെ ഞാൻ ഈ ഒരു അളവിൽ ഇങ്ങനെ കൊടുത്ത് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി മാല നെക്ലസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ കണ്ടോ, ഞാനിവിടെ 5 വെച്ച് ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ കൊടുത്തു. ഇനി അടുത്ത് ഇതിനെ നമുക്ക് ഒന്നീ ഒരു കൊളുത്ത് വെച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ബാക്ക് ചെയിൻ എടുത്ത് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഇതിനെ എടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ എൻഡിലുള്ള ലാസ്റ്റ് ഒരു സെക്ഷനുണ്ട്, അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൊളുത്തിൻ്റെ ഈ ബാക്ക് ചെയിൻ്റെ കൊളുത്തങ്ങ് ഇട്ട് കൊടുക്കുക. ലോക്ക് ചെയ്യാനൊന്നുമില്ല, ഇവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലോക്കായിക്കോളും. അപ്പോൾ ഇതും ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ അങ്ങ് ചെയ്യാം. എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലുള്ള സെക്ഷൻ അതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെയിനായി. മറ്റേ നമ്മളല്ലാതെ ആണെങ്കിൽ ഒരു സാധാരണ ഒരു ചെയിൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചെയിനെ ഇച്ചിരി കൂടെ ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ബീഡ്സ്, നമുക്കിഷ്ടമുള്ള ഡ്രസ്സിൻ്റെ കളർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കളർ അതിൽ നമുക്കിത് ചെയ്തെടുക്കാനേ ഉള്ളൂ. 2 സൈഡിലും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇറക്കത്തിൽ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇതേപോലെ ചെയിനിൽ നമുക്ക് മാല ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. പ്ലീസ് ഷെയർ, ലൈക്ക്